വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ച് ചോദിച്ച മലയാളം ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ പാർട്ട് 1 ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ്. അപ്പൊ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ CRT ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്ട് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്നി. അഗ്നിയുടെ പര്യായ പദം എഴുതുക. അഗ്നിയുടെ പര്യായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? അഗ്നിയുടെ പര്യായ പദം അനലൻ. അനലൻ എന്താണ്? അനലൻ. നോക്കിയേ, അനലൻ ട്ടോ. അനലൻ ആണ് എന്ത്? അഗ്നിയുടെ പര്യായ പദം എന്ന് പറയുന്നത്. അപ്പൊ നോക്കി ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ അനിലൻ എന്ന് തന്നിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അനലൻ ട്ടോ. അനലനാണ് എന്ന് പറയുന്നത് അഗ്നിയുടെ പര്യായ പദം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലേഖകൻ. സ്ത്രീലിംഗം എഴുതുക. ലേഖകന്റെ സ്ത്രീലിംഗം എഴുതുക. ഏതാണ് ലേഖകന്റെ സ്ത്രീലിംഗം? എന്താണ്? ലേഖിക. എന്താണ്? ലേഖിക. ലേഖിക. ലേഖകന്റെ സ്ത്രീലിംഗമാണ് ലേഖിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ശരത് പ്ലസ് ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതാ? ശരത്ചന്ദ്രൻ. എന്താണ് എഴുതാ? ശരത്ചന്ദ്രൻ. ചാന്ന് നോക്കിയേ. ഇവിടെ നോക്കി, ച എന്നുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ച. ഇതാ ഈ ചായാണ്. നമുക്ക് ഇതിന് മുമ്പ് തന്നെ നോക്കി ഓപ്ഷൻ നൽകിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് ഇങ്ങനെ വേറെ രണ്ട് ച നൽകിയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ചായന്ന് പഠിച്ചു വെക്കുക. ശരത്ചന്ദ്രൻ എന്ന് പറയുമ്പോ എന്താണ്? ഈ ചായ ഉണ്ടോ. ശരത്ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രൻ എന്ന് പറയുമ്പോ ശരത്ചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏത്? ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഫലേച്ഛ കൂടാതെ എന്ന് പറയുന്ന അർത്ഥം വരുന്നത്? നിഷ്കാമം. നിഷ്കാമം. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നിഷ്കാമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ശ്ലാഘ്യം എന്നതിന്റെ വിപരീത പദം എന്താണ്? ശ്ലാഘ്യം എന്നതിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശ്ലാഘ്യത്തിന്റെ വിപരീത പദം? ഗർഹ്യം. എന്താണ്? ഗർഹ്യം. 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 ഗർഹ്യമാണ് ശ്ലാഘ്യത്തിന്റെ വിപരീത പദം. എന്താണ്? ഗർഹ്യം. ഗർഹ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാഗർത്തം പിരിക്കുമ്പോൾ എങ്ങനെയാണ്? വാഗർത്തം എന്ന് പറയുന്നത് പിരിക്കുമ്പോൾ എങ്ങനെയാണ് പിരിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വാഗർത്തം എങ്ങനെയാണ് പിരിക്കുന്നത്? വാക്ക് പ്ലസ് അർത്ഥം. എന്താണ്? വാക്ക് പ്ലസ് അർത്ഥം. വാക്ക് പ്ലസ് അർത്ഥമാണ് എന്ന് പറയുന്നത് വാഗർത്തം. വാഗർത്തം എന്ന് വെച്ചാൽ വാക്ക് പ്ലസ് അർത്ഥം. വാക്ക് പ്ലസ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം എടുത്തെഴുതുക. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓരോ വീടും തോറും കയറണം. നമുക്ക് നോക്കി ഓരോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും തോറെന്ന് പറയില്ല അല്ലെ. ഓരോ വീട് ഒരേ സെയിം മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഓരോ വീടും കയറണം, അല്ലെങ്കിൽ എന്താ പറയാ, വീട് തോറും കയറണം എന്നാണ് വരാ. അപ്പൊ നമുക്കിത് വരില്ല എന്ന് നോക്കെ. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ശരിയാണല്ലേ? അതില് ഒരു തെറ്റും കാണുന്നില്ല. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത് എന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ എന്ന് പറയുന്നുണ്ട്, ഭേദം എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് തെറ്റാണ് വരുന്നത്. അപ്പൊ ഈ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തപ്പോ കണ്ടു അല്ലെ. പൂജക ബഹുവചനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു. അപ്പൊ അതുപോലെ തന്നെ പൂജകം എന്ന് വെച്ചാൽ എന്താണ്? ബഹുമാനം അല്ലെ. ബഹുമാനാർത്ഥാണ് അവിടെ വരുന്നത്. അപ്പൊ പൂജക ബഹുവചനത്തിന് തന്നിരിക്കുന്നതിൽ ഏതാണ് ഉദാഹരണം? ഏതാണ് വരുന്നത്? ഏതാണ് ഉദാഹരണം വരുന്നത്? നിങ്ങൾ അല്ലെ. നിങ്ങൾ എന്ന് പറയുന്നത് ബഹുമാനാർത്ഥ. നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയണ്ട. സ്വാമി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അർത്ഥവ്യത്യാസം എഴുതുക. അർത്ഥവ്യത്യാസം. കന്ദരം. നോക്കിയോക്കെ, ഇത് നോക്കിയോക്കെ, ഈ ദായാണ് അല്ലെ വ്യത്യാസം വന്നിരിക്കുന്നത്. നോക്കിയോക്കെ, കന്ദരം എന്ന് പറയുന്നത് ഗുഹയാണ്. അതായത് ഈ ഈ ദാ വരുന്നതാണ് എന്ത് വരുന്നത്? ഗുഹ എന്നർത്ഥം വരുന്നത്. കന്ദരം എന്ന് വെച്ചാൽ എന്താണ്? ഗുഹ എന്നാണ് അർത്ഥം വരുന്നത്. എന്നാല് നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്തായാണ് നോക്കി നോക്കിയേ. ഇങ്ങനെ എന്താ തരാണെന്നുണ്ടെങ്കിൽ, നായും തായും വെച്ച് തരാണെന്നുണ്ടെങ്കിൽ നമ്മ എന്താണ് ആൻസർ വരുന്നത്? കഴുത്ത് എന്നാണ് അർത്ഥം വരുന്നത്. കഴുത്തിന് നമ്മൾ എന്തെന്നാ എഴുതാ? കന്ദരം. കന്ദരം. ഈ ധായാണ് എഴുതാ. ഇനി വേറെന്താ? ഈ മന്ദാരത്തിന്റെ ഒക്കെ ദാ വരുന്നത് എന്താണ്? ഗുഹയാണ്. ഇനി കന്ദരം എന്ന് പറയുന്നതാണ് കഴുത്താണ്. ഓക്കെ, പഠിച്ചു വെക്കാം കേട്ടോ. കന്ദരം എന്ന് പറയുമ്പോൾ ഈ ധയാണെന്നുണ്ടെങ്കിൽ ഗുഹയാണ്. എന്നാൽ ന്യായ ഇട്ടിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കന്ദരം എന്നാണ് അർത്ഥം വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണ്? എന്താണ് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം? തന്നിരിക്കുന്ന ഏതാണ്? ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം ഏതാണ്? പ്രായോഗികമല്ലാത്തത്. പ്രായോഗികമല്ലാത്തത്. ക്ലിയർ ആയല്ലോ? ഉട്ടോപ്യ എന്ന് പറയുന്നതിന് ശൈലിയിലെ അർത്ഥം വരുന്നതാണ് പ്രായോഗികമല്ലാത്തതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നദിയുടെ പര്യായം? തടിനി. ഏതാ നോക്കി നോക്കി, തടിനി. തടിനി. തടിനിയാണ് നദിയുടെ പര്യായപദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലത്തിന്റെ വിപരീത പദം എന്താണ്? അചഞ്ചലം. ചഞ്ചലം. അചഞ്ചലം. അചഞ്ചലം. വിപരീത പദം എന്താണ് ചഞ്ചലത്തിന്റെ? അചഞ്ചലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരിച്ചെഴുതുക. ഉന്മ. ഉന്മ എന്ന് പറയുമ്പോ എങ്ങനെയാണ് എഴുതാ? ഉന്മ നമ്മൾ എങ്ങനെ എഴുതാ? ഉൾ പ്ലസ് മ. എന്താണ്? ഉൾ പ്ലസ് മ. ഉൾ പ്ലസ് മ ട്ടോ. ഉൾ പ്ലസ് മയാണ് ഉന്മ എന്ന് പറയുന്നത്. ഉൾ പ്ലസ് മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏതാണ്? നിശ്ചയം എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? നിശ്ചയം അല്ലെ. നിശ്ചയം എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് ഏതാ? ഈശാ അല്ലെ. ഈശാടൊപ്പം തന്നെ ചായത നിശ്ചയം എന്ന് പറയുന്നത് ശരിയായ പദം ഏതാണ്? നിശ്ചയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സമാന പദം ഏതാണ്? ഇനൻ. ഇനന്റെ സമാന പദം. ഇനന്റെ അർത്ഥം എന്താണ് വരുന്നത്? ഇനൻ എന്ന് വെച്ചാൽ എന്താണ്? ഇനൻ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യനാണ്. സൂര്യനെയാണെന്ന് പറയുന്നത് ഇനൻ എന്ന് പറയുന്നത്. എന്താണ്? സൂര്യനെയാണ് ഇനൻ എന്ന് പറയുന്നത്. സൂര്യനെയാണ് ഇനൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റില്ലാത്ത വാക്യം ഏതാണ്? തെറ്റില്ലാത്ത വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ശരിയായിട്ടുള്ള വാക്യമാണ് പറയുന്നത്. നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. ഇത് എന്തായാലും വരില്ല അല്ലെ? നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു വരുന്നില്ല. ഇനി നന്ദി രേഖപ്പെടുത്തുന്നു പറയുന്നുണ്ട്, നന്ദി പറയുന്നു പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാ പറയാ? നന്ദി പറയുന്നു നാലേ വരെ. നന്ദി പറയുന്നതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? എന്താണ് അർത്ഥം വരുന്നത്? അധ്വാനത്തിന്റെ മഹത്വം. അധ്വാനത്തിന്റെ മഹത്വമാണ് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അധ്വാനത്തിന്റെ മഹത്വം. ഈ ക്ലാസ്സിലൂടെ തന്നെ പഠിക്കാനായിട്ട് നോക്കാട്ടെ. അത് കാരണമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഈ ക്ലാസ്സിലൂടെ തന്നെ നമുക്കത് ബൈഹാർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എന്നാ പറഞ്ഞത്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? അധ്വാനത്തിന്റെ മഹത്വമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട്. പരിഭാഷ എന്താണ്? ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് ഗുണം 10 ഗുണം. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിത്ത് ഗുണം 10 ഗുണം എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ് ദ സീഡ്സ് ഓഫ് ദ സ്പോട്ട് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് ഗുണം 10 ഗുണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇ പ്ലസ് അൾ എന്ന് വെച്ചാൽ എന്താണ് വരാ? ഇ പ്ലസ് അൾ എന്ന് വെച്ചാൽ എന്താണ് വരാ? അൾ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അൾ എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീലിംഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇ പ്ലസ് അൾ എന്ന് വെച്ചാൽ എന്താണ്? ഇവൾ എന്നല്ലേ വരാ? ഇവൾ. ഇവളെന്ന് നമ്മൾ എങ്ങനെ എഴുതാ? ഇ പ്ലസ് അൾ എന്ന് വരും അല്ലെ? നമ്മൾ നേരത്തെ പുല്ലിംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ആ പ്ലസ് അൻ എന്ന് എഴുതാണെന്നുണ്ടെങ്കിൽ അവനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇ പ്ലസ് അൾ എന്ന് വെച്ചെന്താണ്? അവൾ ആണ്. പഠിച്ചു വെക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുളം കോരി ശൈലിയുടെ അർത്ഥം എന്താണ്? കുളം കോരി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എന്താണ് കുളം കോരി എന്ന് വെച്ചാൽ എന്താണ്? നശിപ്പിക്കുക. നശിപ്പിക്കുക. കുളം കോരി എന്ന് വെച്ചാൽ എന്താണ്? നശിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. എന്താണ്? അറിയാൻ ആഗ്രഹമുള്ള ആൾ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം. ഈ അറിയാൻ ആഗ്രഹമുള്ള ആള് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അറിയാൻ ആഗ്രഹമുള്ള ആളിനെ എന്താ പറയാ? ജിജ്ഞാസു. പഠിച്ചു വെക്കാട്ടോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയാൻ ആഗ്രഹമുള്ള ആളിനെ എന്താ പറയുന്നത്? ജിജ്ഞാസു. ജിജ്ഞാസു. ഇനി തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? കടവടുപ്പിക്കുക. കടവടുപ്പിക്കുക. ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? കടവടുപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമായിട്ട് വരുന്ന പദം ഏതാണ്? പ്രാചി എന്ന് പറയുന്ന വാക്കിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? പ്രാചി എന്ന് വെച്ചാൽ എന്താണ്? പ്രതീജി. പ്രാചിയുടെ വിപരീത പദമാണ് പ്രതീജി എന്ന് വരുന്നത്. എന്താണ്? പ്രതീജി. പ്രാചി വിപരീത പദം പ്രതീജി.
ശാരിക എന്ന വാക്കിന്റെ പര്യായ പദമല്ലാത്ത പദം ഏതാണ്? ശാരിക എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം അറിയണം അല്ലെ. ഏതൊക്കെയാണ്? കീരം, ശുഖം, കിളി എന്ന് പറയുന്നതാണ് ശാരിക എന്നതിന്റെ പര്യായ പദങ്ങളാണ്. കീരം, ശുഖം, കിളി. കീരം, ശുഖം, കിളി. കീരം, ശുഖം, കിളി. ഇനി പര്യായ പദമല്ലാത്ത അപ്പൊ ചകോരാണ് വരുന്നത്. കീരം, ശുഖം, കിളിയാണ് ശാരിക എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ. അപ്പൊ കിളിന് നമ്മൾ എന്നൊക്കെ പറയാം? ശാരിക, കീരം, ശുഖം. നെക്സ്റ്റ്, വീട് പ്ലസ് പണി ചേർത്തെഴുതുക. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. എന്താ പറയാ? വീട് പ്ലസ് പണി എന്ന് വെച്ചാൽ എന്താ പറയാ? വീടുപണി അല്ലെ. വീട്ടുപണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വീട്ടുപണി എന്നൊക്കെ നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ വരുമ്പോ അങ്ങോട്ട് പോകാനായിട്ട് തോന്നും. പക്ഷെ എന്ന് പറയണം വീടുപണി, 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 വീടുപണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേമൻ പിരിച്ചെഴുതുക. കേമൻ നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതാറിയോ? കേമൻ എങ്ങനെയാണ് പിരിച്ചെഴുതാ? കേമം പ്ലസ് അൻ. എന്താണ്? കേമം പ്ലസ് എന്ന് പറയുന്നതാണ് കേമൻ. കേമം പ്ലസ് അൻ കേമൻ. കേമം പ്ലസ് അൻ കേമൻ. നെക്സ്റ്റ്, കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതുക. കർത്തൃ എന്ന് പറയുന്നതിന്റെ പുല്ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കർത്തൃ എന്ന് വെച്ചാൽ? എന്താണ് പുല്ലിംഗം വരുന്നത്? ഏതാണ്? കർത്താവ്. കർത്താവിന്റെ പുല്ലിംഗമാണ് എന്ന് പറയുന്നത് കർത്തൃ എന്ന് പറയുന്നത്. കർത്തൃ എന്ന് വെച്ചാൽ എന്താണ്? കർത്താവിന്റെ പുല്ലിംഗ പദമാണ്. കർത്താവിന്റെ പുല്ലിംഗ പദമാണ് കർത്തൃ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. തമ്പി എന്ന പദത്തിന്റെ എന്താണ് സ്ത്രീലിംഗ രൂപം? എന്താണ് വരിക? തമ്പി നമ്മൾ എന്താ പറയാ? തമ്പിയുടെ സ്ത്രീലിംഗത്തിൽ എന്താ പറയാ? തങ്ക അല്ലെ. തെങ്ക. തമ്പി എന്ന് വെച്ചാൽ എന്താണ്? തങ്ക. തമ്പിയുടെ സ്ത്രീലിംഗ രൂപമാണ് എന്ന് പറയുന്നത് തങ്ക എന്ന് പറയുന്നത്. തമ്പി, തങ്ക. തമ്പി, തങ്ക. നെക്സ്റ്റ്, സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്? അതായത് സാമാന്യലിംഗ ബഹുവചന രൂപമാണ് ഈ അവ എന്ന് പറയുന്നത്. ഒരു ബഹുവചനമാണ് അല്ലെ. ഈ അവ എന്നതിന്റെ ഏകവചന രൂപം എങ്ങനെയാണ് എഴുതാ? എങ്ങനെയാണ് എഴുതാ? അത്. അത് എന്ന് പറയുന്നത് അല്ലെ. അത്, അവ, അത്, അവ. അപ്പൊ അവയുടെ ഏകവചന രൂപം എന്താണ്? അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആണ് ഉന്മീലനത്തിന്റെ വിപരീത പദം. ഉന്മീലനത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉന്മീലനത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത്? ഏതാണ്? ഏതാണ് ഉന്മീലനത്തിന്റെ വിപരീത പദം? നിമീലനം. എന്താണ്? നിമീലനം. നിമീലനം എന്ന് പറയുന്നതാണ് ഉന്മീലനത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത്. എന്താണ്? നിമീലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടു എന്ന് പിരിച്ചെഴുതുക. കണ്ടു എന്നതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? കൺ പ്ലസ് ടു അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. കൺ പ്ലസ് ടു കേട്ടോ. കൺ പ്ലസ് ടു. എന്താണ് വരുന്നത്? കൺ പ്ലസ് ടു. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നമ്മൾ കൺ പ്ലസ് ടു ആണ് കണ്ടു എന്ന് പറഞ്ഞു കേട്ടാ. കണ്ടു എന്ന് പറയുന്നത് എന്താണ്? കൺ പ്ലസ് ടു. കൺ പ്ലസ് ടു. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഏതാണ്? ദർപ്പണം, ആദർശം, കണ്ണാടി എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് അല്ലേ? ആദർശം, ദർപ്പണം, കണ്ണാടി എന്നൊക്കെ പറയുന്ന. കൈതവം എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടുന്നില്ല. അപ്പൊ ആദർശം, ദർപ്പണം, കണ്ണാടി ഒരു ഗ്യാങ്ങിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ആ പ്ലസ് അൻ ഈസ് ഈക്വൽ ടു അവൻ എന്ന് വാങ്ങും. നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ സന്ധി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്ലസ് അൻ അവൻ അല്ലെ. വാ എന്ന് പറയുന്ന ഒരു വാക്ക് കയറി വരാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും സന്ധി? ഏതായിരിക്കും സന്ധി? അങ്ങനെ കയറി വരാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും സന്ധി വരാ? ആ പ്ലസ് അൻ അവൻ. വാ എന്ന് പറയുന്നത് കയറി വരാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് വരാ? ആഗമം. ആഗമസന്ധിയാണ് അവൻ എന്ന് പറയുമ്പോ. ആ പ്ലസ് അൻ എന്ന് പറയുമ്പോ അവനാണ്. അപ്പൊ വായാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ, പുതിയ വേർഡായിട്ട്. അപ്പൊ ആഗമസന്ധിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ്? ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്താണ്? ആപ്പിൾ ഓഫ് ദി ഐ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. കണ്ണിലുണ്ണി കേട്ടോ. കണ്ണിലുണ്ണി എന്നാണ് അർത്ഥം വരുന്നത്. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണിലുണ്ണി. നെക്സ്റ്റ്, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? എന്താണ്? കൊച്ചിയുടെ മാഹാത്മ്യാണ് പറയുന്നത് കേട്ടോ. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് വെച്ചാൽ എന്താണ്? കൊച്ചിയുടെ മാഹാത്മ്യമാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മടി പ്ലസ് ശീല ചേർത്ത് എഴുതിയ രൂപമാണ് എന്ത്? മടി പ്ലസ് ശീല എന്ന് പറയുന്നത് എങ്ങനെയാണ് ചേർത്ത് എഴുതാം? ഏതാണ് വരുന്നത്? മടി പ്ലസ് ശീല എന്ന് വെച്ചിട്ടാണ് ഡി ആണ് കേട്ടോ ഓപ്ഷൻ വരുന്നത്. മടിശീല. ഷ എന്ന് പറയുന്ന ഒന്ന് ഇരട്ടിക്കും. ഷ എന്ന് പറയുന്നത് രണ്ട് ഷ വരും. അപ്പൊ മടിശീല എന്ന് പറയുന്നതാണ്. മടി പ്ലസ് ശീല എന്ന് വെച്ചിട്ടാണ് മടിശീല.
നെക്സ്റ്റ് ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യാദൃശ്ചികം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏതാ? നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ക്ലാസ്സുകൾ കണ്ടവർക്ക് അറിയാം. ഏതാണ് ഏതാ? യാദൃശ്ചികം എന്ന് പറയുന്നത് ഏതാ? യാദൃച്ഛികം എന്നാണ് പറയുന്നത്. യാദൃച്ഛികം. ചാടെ അടിയിൽ ഒരു ച ഇരട്ടിക്കും അല്ലെ. അപ്പൊ ച അടിയിൽ ഒരു ചാ കൂടി വരും, അതിരട്ടിക്കാണ് ചെയ്യുന്നത്. അപ്പൊ ച യാദൃച്ഛികം. സി ആണ് ഓപ്ഷൻ വരുന്നത്. ഏതാണ്? സി ആണ് യാദൃച്ഛികം. സി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇതും റിപ്പീറ്റഡ് ആണ് അല്ലെ. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മൾ എന്താ പറയുന്നത്? കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മൾ എന്താ പറയുന്നത്? പിപാസു. പിപാസു എന്നാണ്. പിപാസു. സി ആണ് ഓപ്ഷൻ വരുന്നത്. പിപാസു. പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപാസു. ഇനി വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിന് അർത്ഥം എന്താണ്? വെള്ളത്തിൽ എഴുതുക എന്ന് പറയുന്ന പ്രയോഗത്തിന് അർത്ഥം എന്താണ്? വെള്ളത്തിൽ എഴുതുക എന്ന് വെച്ചെന്താണ്? ഫലമില്ലാതെ പ്രവർത്തിക്കുക. വെള്ളത്തിൽ എഴുതുക എന്ന് വെച്ചെന്താണ്? ഫലമില്ലാതെ പ്രവർത്തിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ്? സതീർത്ഥ്യനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സതീർത്ഥ്യൻ എങ്ങനെയാണ് എഴുതാ? സതീർത്ഥ്യൻ. താ എഴുതിയിട്ടില്ലേ, ഇങ്ങനെ താ എഴുതിയിട്ട് നമ്മ ഇങ്ങനെ എഴുതും അല്ലെ. സതീർത്ഥ്യൻ എന്ന് പറയുന്നത് ഈ താ ഉണ്ടോ? ബാക്കിയുള്ള നോക്കി നോക്കിയേ. ഈ കുറെ താൾ നൽകിയിട്ടുണ്ട്, നമ്മ അത് പഠിച്ചു വെക്കേണ്ട. അതുപോലെ തന്നെ ദായം പഠിച്ചു വെക്കുക. തായാന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സതി. സതീത്യൻ. ഇതാണ് പഠിച്ച് നോക്കിയേ. ക്ലിയർ ആയില്ലേ? നോക്കിയേ. സതീർത്ഥ്യൻ എന്ന് പറയുമ്പോ ഈ തായാണ്. അതുപോലെ തന്നെ ആ രണ്ട് താലെ സതീർത്ഥ്യൻ എന്ന് പറയുന്നത്. സതീർത്ഥ്യൻ എന്ന് പറയുന്നത് പഠിച്ചു വെക്കാം കേട്ടോ. ഇത് കുറെ പ്രാവശ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം അല്ലെ. അപ്പൊ സതീർത്ഥ്യൻ എന്ന് പറയുന്നതിന് രണ്ട് തായം പഠിച്ചു വെക്കാം കേട്ടോ. രണ്ടും താഴെ തെറ്റിയിട്ട് ചോദിക്കാം. അപ്പൊ സതീർത്ഥ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സതീർത്ഥ്യൻ ഏതാ? എങ്ങനെയാണെന്ന് നോക്കി നോക്കി, എഴുതി നോക്കി നോക്കി. സതീർത്ഥ്യൻ അല്ലെ. സതീർത്ഥ്യൻ എന്ന് പറയുന്നതാണ് ഏതാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പറയാൻ ആഗ്രഹിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പറയാൻ ആഗ്രഹിക്കുന്ന? വിവക്ഷ. 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 പറയാൻ ആഗ്രഹിക്കുന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വിവക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? തിക്തം എന്നതിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. മധുരം. മധുരം. തിക്തം എന്നതിന്റെ വിപരീത പദം എന്താണ്? മധുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? വീണ്ടും കണ്ടില്ലേ ക്വസ്റ്റ്യൻ. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം എന്താണ്? കണ്ണിലുണ്ണി. കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മീൻ എങ്ങനെയാണ് ഏതാ? ജഷം എന്ന് എഴുതൂല്ലേ. ജഷം. 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 മീൻ. ജഷം. മീൻ. ജഷം. മീൻ. നെക്സ്റ്റ്. ഏറ്റുപാടുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഏറ്റുപാടുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ശിങ്കിടി പാടുക. ശിങ്കിടി പാടുക. ഏറ്റുപാടുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി എന്താണ്? ശിങ്കിടി പാടുക. നെക്സ്റ്റ്. ചുമ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ചുമ എന്നർത്ഥം വരുന്ന പദം എന്താണ്? കാസം. കാസം എന്ന് വെച്ചാലാണ് ചുമ. കാസം. കാസം. ചുമ. കാസം. ചുമ. കാസം. ചുമ. നെക്സ്റ്റ്. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുക. കരി പ്ലസ് പുലി എന്ന് എഴുതാ? കരിമ്പുലി അല്ലെ. എമ്പ നോക്കി നോക്കിയാൽ ഭ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കി. കരിമ്പു. കരിമ്പുലി. 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 കരി പ്ലസ് പുലി കരിമ്പുലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദമേത്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? സ്വാമികൾ. സ്വാമികൾ എന്ന് പറയുന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. നെക്സ്റ്റ്. വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം എന്താണ്? വെയിൽ നാളം എന്ന പദത്തിന്റെ രൂപം അല്ലെ എന്താണ്? വെയിലിന്റെ നാളം. വെയിലിന്റെ നാളത്തിന് നമ്മൾ പറയാ? വെയിൽ നാളം എന്ന് പറയുന്നു. വെയിലിന്റെ നാളം. വെയിൽ നാളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ്? അനുഗ്രഹീതം. 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 അനുഗ്രഹീതം എന്നൊക്കെ പറയുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത്? അനുഗ്രഹീതം. അനുഗ്രഹീതം. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അനുഗ്രഹീതം. ഗ്രഹീതം. അനുഗ്രഹീതം. അനുഗ്രഹീതം. ഓക്കെ. അനുഗ്രഹീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? എന്താണ് നമ്പ്യാർ? നമ്പ്യാർ എന്ന് പറയുന്ന പദത്തിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ്? നമ്പ്യാർ എന്ന് വെച്ചാൽ എന്താണ്? നെഞ്ഞാറാണ് അല്ലെ. നമ്പ്യാർ നമ്മൾ എന്താണ് പറയുന്നത്? സ്ത്രീലിംഗത്തെ നെഞ്ഞാർ എന്ന് പറയും. നമ്പ്യാർ. നെഞ്ഞാർ. നമ്പ്യാർ. നെഞ്ഞാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിരിച്ചെഴുതുക. അന്തസത്ത. അന്തസത്ത എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? അന്തസത്ത നമ്മൾ എങ്ങനെയാണ് എഴുതാ?
എങ്ങനെയാണ് എഴുതുക? അന്ത. അന്ത എഴുതിയിട്ട് എന്ത് എഴുതും? രണ്ട് കുത്തിടും. രണ്ട് കുത്തിട്ടിട്ടാണ് അന്തസത്ത എഴുതുന്നത്. എങ്ങനെയാണ് എഴുതുക? അന്ത എഴുതിയിട്ട് അന്ധ എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ടാണ് എന്ത് എഴുതുന്നത്? അന്തസത്ത പ്ലസ് അന്തസത്ത എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് അന്തസത്ത. അന്തസത്ത ഇതും പഠിച്ചിരിക്കുക കേട്ടോ. നമുക്ക് രണ്ട് സായാണെന്ന് കൂടെ പഠിച്ചിരിക്കുക. രണ്ട് സാ എഴുതിയാലാണ് എന്ന് വരുന്നത് അന്താന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ട് സത്ത എന്ന് എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം എന്താണ്? എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് നമുക്ക് അവിടെ ഒരു തെറ്റാണ് വരുന്നത്. എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്ന് പറയുന്നുണ്ട്. അതാണ് ശരിയായിട്ട് വരുന്നത്. എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്ന് പറയുന്നു. നോക്കി, യാത്രാമധ്യേ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. യാത്രാമധ്യയാണ് ഫസ്റ്റ് വന്നേക്കുന്നത്, അപ്പൊ എന്തായാലും വരില്ല. അതുപോലെ തന്നെ അടുത്തതിലും യാത്രാമധ്യയാണ് വന്നിരിക്കുന്നത്, അതും ശരിയായിട്ടുള്ളതല്ല. അപ്പൊ എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി അല്ലെ. സഹപ്രവർത്തകനെ എന്ന് പറയുന്നത് എന്താണ്? കൂടെ എന്ന് പറയുന്ന അർത്ഥം തന്നെയല്ലേ വരുന്നത്. സഹപ്രവർത്തകൻ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് വരുന്നത്. അത് കാരണമാണ് എന്റെ കൂടെ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സഹപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു വാക്യം തെറ്റായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുരോഗതി എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? പുരോഗതി എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? പുരോഗതി എന്ന് വെച്ചാൽ എന്താണ്? പാശ്ചാത്ഗതി. എന്താണ്? പാശ്ചാത്ഗതി. 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 ഓക്കെ, പാശ്ചാത്ഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാടും പടലും തല്ലുക, അപ്രസക്തമായത് പ്രതിപാദിക്കുക. എന്താണ്? അപ്രസക്തമായത് പ്രതിപാദിക്കുക. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അപ്രസക്തമായത് പ്രതിപാദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. വിദ്യുത് പ്ലസ് ശക്തി. വീണ്ടും വന്നിരിക്കുന്നതല്ലേ. അപ്പൊ എന്തായാലും പഠിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും. വിദ്യുത് പ്ലസ് ശക്തിയും അതുപോലെ തന്നെ യാദൃശ്ചികമാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിലെ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ വിദ്യുത് പ്ലസ് ശക്തി എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? വിദ്യുത് ശക്തി അല്ലെ. ഈ ചാടടിയിൽ നിന്നുണ്ടായിരിക്കും. ഈ ചാടടിക്ക് വീണ്ടും ഒരു ചാരട്ടി വന്നേക്കാണ്. വിദ്യുത് ശക്തി എന്ന് പറയുമ്പോ എങ്ങനെയാണ്? വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നമ്മൾ എഴുതുന്നത്? വിദ്യുത് പ്ലസ് ശക്തി എന്നാണ്. ചിലപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചോദിക്കാം അല്ലെ. വിദ്യുത് ശക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ എന്താണ്? വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വിവർത്തനം എന്താണ്? The blood of the revolutionaries coursed through the streets. The blood of the revolutionaries coursed through the streets. അല്ലെ. എന്താണ് അർത്ഥം വരുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം വരുന്നത്? വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. The blood of the revolutionaries coursed through the streets. എന്താണ് പറയുന്നത്? വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുല്ല് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പുല്ല് എന്നർത്ഥം വരുന്ന പദം തന്നിരിക്കുന്നത് ഏതാണ്? പുല്ല് എന്നർത്ഥം വരുന്നത് ഏതാണ്? തൃണം. തൃണം. നോക്കി, തൃണം എങ്ങനെ എഴുതുന്നൂടെ പഠിച്ചിരിക്കുക. തൃണം എന്ന് വെച്ചാൽ എന്താണ്? പുല്ല് എന്നർത്ഥാണ് വരുന്നത്. തൃണം പുല്ല്. തൃണം പുല്ല്. തൃണം പുല്ല്. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? അപ്പൊ കാക്കയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് കാക്കയുടെ പര്യായ പദങ്ങൾ എന്ന് പറയുന്നത്? ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലീബുക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ്. വിശ്വക്ക് ഏതാണ് തന്നിരിക്കുന്നത്? തെറ്റ് കേട്ടോ. അപ്പൊ ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലീബുക്ക് കാക്കയുടെ പര്യായ പദങ്ങളാണ്. ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലീബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. മണൽ പ്ലസ് അരണ്യം എന്ന് വെച്ചാൽ എന്താ എഴുതാ? എങ്ങനെയാണ് എഴുതാ? മണൽ പ്ലസ് അരണ്യം എന്ന് എങ്ങനെയാണ് ചേർത്തെഴുതുക? മണലാരണ്യം അല്ലെ. മണലാരണ്യം എന്നാണ്. മണലരണ്യം എന്നാണ് ആൻസറിൽ വന്നിരിക്കുന്നത്. മണലരണ്യം എന്നാണ്. മണലരണ്യം. മണൽ പ്ലസ് അരണ്യം എന്ന് വെച്ചാൽ എന്താണ്? മണലരണ്യം. 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 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം എന്താണ്? കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് അല്ലെ. ഏക്ക് എന്നല്ലേ വരുന്നത്? എയ്ക്ക് എന്നാണ് വരുന്നത്. എവിടേക്ക് എന്നാണ് വരുന്നത്? എയ്ക്ക്. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? എയ്ക്ക് എന്ന് പറയുന്ന ആവർത്തന ശബ്ദമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് വേദവാക്യം എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് വേദവാക്യം എന്ന് വെച്ചാൽ എന്താണ്? അലംഘനീയമായ അഭിപ്രായം. വേദവാക്യം എന്ന് വെച്ചാൽ എന്താണ്? അലംഘനീയമായ അഭിപ്രായം എന്നാണ് അർത്ഥം വരുന്നത്. അലംഘനീയമായ അഭിപ്രായം വേദവാക്യം.
നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ഓണത്തിന്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓണത്തിന്റെ പര്യായ പദങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഭംഗം, തരംഗം, വീജി. ഭംഗം, തരംഗം, വീജി ആണ് ഓണത്തിന്റെ പര്യായ പദങ്ങൾ. ആളം എന്ന് പറയുന്നത് വരുന്നില്ല. അപ്പൊ ഭംഗം, തരംഗം, വീജി. നെക്സ്റ്റ് ശരിയായ പദം തിരിച്ചറിയുക. അസ്തമയം, അസ്തമനം, അസ്തമാനം, അസ്താമയം എന്നിവയാണ് വരുന്നത്. അസ്തമയം, അസ്തമനം, അസ്തമാനം, അസ്താമയം എന്നൊക്കെ വരുന്നതാണ്. അസ്തമയാണ് അല്ലെ? അസ്തമയം, 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 അസ്തമയം. നെക്സ്റ്റ് സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താണ്? വൈരുദ്ധ്യമാണ്, വൈരുദ്ധ്യമാണ്. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് വൈരുദ്ധ്യം, വൈരുദ്ധ്യമാണ്. നോക്കി ധ്യാട, വൈരുദ്ധ്യമാണ്. നെക്സ്റ്റ് എന്താണ്? മരങ്ങൾ പിരിച്ചെഴുതുക. മരങ്ങൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക? മരം പ്ലസ് കൾ. മരം പ്ലസ് കളിനെയാണെന്ന് പറയുന്നത് മരങ്ങൾ എന്ന് പറയുന്നത്. മരം പ്ലസ് കൾ ആണ് മരങ്ങൾ. മരം പ്ലസ് കൾ. നെക്സ്റ്റ് വട്ടം പ്ലസ് പലക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? എങ്ങനെയാണ് എഴുതാ? വട്ടം പ്ലസ് പലക എങ്ങനെയാണ് എഴുതാ? വട്ടപ്പലക. രണ്ട് പാവരുണ്ട്. വട്ടപ്പലക. വട്ടം പ്ലസ് പലക, വട്ടപ്പലക, വട്ടപ്പലക. നെക്സ്റ്റ് കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചന പ്രത്യയം എന്താണ്? കുഞ്ഞുങ്ങൾ ങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളല്ലേ, കള്ളെ. കൾ എന്ന് പറയുന്ന വചന പ്രത്യയമാണ് വരുന്നത്. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ കൾ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ശരിയായ വാക്യം കണ്ടെത്തുക. എന്താണ്? വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും തമ്മിൽ മാലയിട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അകത്ത് കടത്താന്ന് വെച്ചാൽ എന്താ പറയാ? ഭക്ഷിക്കുക അല്ലെ? ഭക്ഷിക്കുക എന്ന അർത്ഥമാണ് അകത്ത് കടത്തുക എന്ന് പറയുന്നതിന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ്രുതം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ദ്രുതം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? എന്താണ് ദ്രുതം എന്ന് പറയുമ്പോൾ എന്താണ്? സ്പീഡ് എന്നല്ല അർത്ഥം വരുന്നത്. അപ്പൊ എന്താണ്? പതുക്കെ അല്ലെ? അതായത് മന്ദം. മന്ദം എന്നാണ് വിപരീത പദം വരുന്നത്. അപ്പൊ ദ്രുതത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്നാണ്? മന്ദം, ദ്രുതം, മന്ദം, ദ്രുതം, മന്ദം. നെക്സ്റ്റ് നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെന്മണി എന്ന് പറയുന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുക? എങ്ങനെയാണ്? നെല് പ്ലസ് മണി. എന്താണ്? നെല്, നെല് പ്ലസ് മണി. നെല് പ്ലസ് മണിയാണ് നെന്മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം എന്താണ്? ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം വൈരി എന്നാണ് ട്ടോ. വൈരി എന്ന് വെച്ചെന്താണ്? ശത്രു എന്നാണ് വരുന്നത്. അപ്പൊ ശത്രു എന്ന് വെച്ചാൽ എന്താണ്? വൈരി അല്ലെ? ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം എന്താണ്? വൈരി. ശത്രു, വൈരി, ശത്രു, വൈരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ് തന്നിരിക്കുന്നതിന്? പ്രദക്ഷിണം, പ്രദക്ഷിണം എന്നൊക്കെ നൽകിയിട്ടുണ്ട് അല്ലെ? ഏതാണ് വരാ? പ്രദക്ഷിണം അല്ലെ വരുന്നത്? പ്രദക്ഷിണം, 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 പ്രദക്ഷിണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഒരു കൈ നോക്കുക എന്ന് വെച്ചാൽ എന്താണ്? പരീക്ഷിക്കുക. ഒരു കൈ നോക്കുക എന്ന് വെച്ചാൽ എന്താണ്? പരീക്ഷിക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഒരു കൈ നോക്കുക, പരീക്ഷിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺ പ്ലസ് നീർ ഇസ് ഈക്വൽ ടു കണ്ണീർ. ഇത് ചോദിക്കാട്ടോ. ഇവിടെ നമുക്ക് സന്ധിയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. കൺ പ്ലസ് നീർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണീർ. രണ്ട് വരും. അല്ലെങ്കിൽ കണ്ണീർ എന്ന് തന്നിട്ട് പിരിച്ചെഴുതുക ചോദിക്കാറുണ്ട്. അപ്പൊ കൺ പ്ലസ് നീർ ആണ് കണ്ണീർ. കൺ പ്ലസ് നീർ, കണ്ണീർ. കൺ പ്ലസ് നീർ, കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? എന്താണ് സന്ധി? ആദേശ സന്ധി. ആദേശ സന്ധിയാണ് വരുന്നത്. കൺ പ്ലസ് നീർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണീർ. നാ പോയിട്ട് നാ കൂടെ വരാനല്ലേ ചെയ്യുന്നത്. അപ്പൊ ആദേശ സന്ധിയാണ് വരുന്നത്. കൺ പ്ലസ് നീർ, കണ്ണീർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? മുളയിലെ നുള്ളുക. മുളയിലെ നുള്ളുക. ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന് വെച്ചാൽ എന്താണ്? മുളയിലെ നുള്ളുക. ടു നിപ്പ് ഇൻ ദ ബഡ്, മുളയിലെ നുള്ളുക. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനുണ്ട്. അപ്പൊ ക്ലാസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.